ഹായ് ലൂസസ് പരിയാബോധേക്കലൊക്കെ സ്വാഗതം. അപ്പോൾ നമ്മൾ പോകുന്നത് പുതിയൊരു ട്രിപ്പ് പോവാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ അതാ നമ്മൾ പുതിയൊരു ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മളിപ്പോൾ പോകുന്ന സത്യം പറഞ്ഞാൽ ചിമ്മിനി ഡാമിൻ്റെ റിസർവിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ ഡാമിൻ്റെ അവിടെ നിന്ന് കാണുന്ന ഫോറസ്റ്റ് ഏരിയ, ആ ഫോറസ്റ്റ് ഏരിയ ഒക്കെ നമ്മളൊന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾ പോയത് പ്രാദേശിക സഞ്ചാരത്തിൻ്റെ കൂടെയായിരുന്നു. ഈ ഒരു പ്രാദേശിക സഞ്ചാരം എന്ന് പറയുമ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ കൂടി ചേർന്ന് ആദ്യം ഒന്നിങ്ങനെ സംഘടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ ട്രക്കിങ്ങിന് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് അവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം ഞങ്ങൾ അവരുടെ കൂടെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞ് ഇതിന് പോയത്. അപ്പം നമ്മൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ ചിമ്മിനീൻ്റെ അവിടെ എത്തിയിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ട് നമ്മൾ പേരൊക്കെ എഴുതി ഒപ്പിട്ടൊരു പേപ്പറിൽ എഴുതിയൊക്കെ കൊടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. എന്നിട്ട് നമ്മൾ ഇവിടെ ഡാമിൻ്റെ ഒരു സൈഡ് ഭാഗമുണ്ട്, നമുക്കിങ്ങനെ ഇറങ്ങാൻ പറ്റുന്നൊരു പോർഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ, രാവിലത്തെ ഫുഡ് കഴിക്കാനുള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ അവിടെ സൈഡിൽ ഒരു നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ, അതായത് വാച്ച്മാൻസിൻ്റെ ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഫുഡ് വിതരണം ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് ഒരു സൈഡിൽ കൂടെ നമ്മളങ്ങോട്ട് കടന്ന് നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ കടന്ന് കാടിൻ്റെ ഉള്ളിൽ ഉള്ള പിന്നത്തെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് രാവിലെ വെള്ളയപ്പവും ഗ്രീൻ ബീൻസ് കറിയും പിന്നെ ഒരു പഴം ഉണ്ടായിരുന്നു. പഴം നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വിശക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ വേണ്ടി ഒരു സ്നാക്കിങ് പോലെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ ഇത് ഇട്ടിരിക്കുന്ന ഈ പൊടി കാലും ഇങ്ങനെ ഇടണില്ലേ, അതെന്ന് പറയുന്നത് ഒരു സോൾട്ടാണ്. സോൾട്ട് നമ്മൾ കാലുമിട്ട് കഴിഞ്ഞാൽ അട്ടക്കടിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിട്ടപ്പോൾ അട്ടക്കടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഇത് ഇടാണ്ട് പോയപ്പോൾ എന്നെ അട്ടക്കടിക്കും ചെയ്തു. അപ്പോൾ മേ ബി ശരിയായിരിക്കാം. നമ്മൾ ലീച്ച് സോക്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് ടൈം ട്രക്കിങ് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീച്ച് സോക്സ് ഉപയോഗിക്കാൻ, അതായത് കാടിൻ്റെ ഉള്ളായതുകൊണ്ടും പ്രത്യേകിച്ച് ഈ മഴക്കാലമായതുകൊണ്ടും നല്ലതുപോലെ അട്ടയുണ്ട്. നമ്മൾക്ക് ജീവനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന അട്ടകളെ വരെ കാണാൻ പറ്റും. ഞാൻ ഒരു 4-5 കണ്ടിട്ടുണ്ടായിരുന്നു. മരത്തുമ്മയും ഇതുമേ എല്ലായിടത്തും ഉണ്ടാവും അട്ടയൊക്കെ. അപ്പോൾ നമ്മൾ പോണ വഴി മൊത്തം സൂക്ഷിക്കണം. വല്ലാണ്ട് ഈ പുല്ലിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാതിരിക്കുന്നതാണ് ഭേദം. അത്യാവശ്യം വഴി ഇങ്ങനെ നടന്ന് ക്ലീൻ ആയിട്ടുള്ള, ഇതായത് നമ്മൾ പോണ വഴി എന്തായാലും ഇതുപോലെ ട്രക്ക് ചെയ്തിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വഴിയായിരിക്കും. അപ്പോൾ ആ വഴി കൂടെ നടക്കേണ്ടതായിരിക്കും കുറച്ചുകൂടി ആപ്റ്റബിൾ. ചിമ്മിണി വന്യജീവി സംഘത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് വാക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു പലതരത്തിലുള്ള കാടാണ്. അപ്പോൾ ആ ഇതിലൂടെ നമ്മൾ പോകുമ്പോൾ പലതരത്തിലുള്ള ക്ലൈമറ്റാണ്, അങ്ങനെയാണ് ഇത് ക്ലൈമറ്റ് വാക്ക് പേര് വന്നത്. അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് അത്രയും ഡിഫറൻസ് അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോകുമ്പോൾ അറിയാം. അപ്പോൾ കുറച്ച് തോട്ടങ്ങളുണ്ട്, അത് കഴിഞ്ഞാൽ സെമി എവർഗ്രീൻ ഉണ്ട്, എവർഗ്രീൻ ഉണ്ട്, അങ്ങനെ ഒരു 4 ടൈപ്പ് കാടുകളാണ്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ആൾക്കാർ കൂടുതലുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഒരു ടീമായിട്ട് പോകണം എപ്പോഴും, വേറിട്ട് പോകരുത്. കാരണം ഒരു ടീമായിട്ട് പോയാലാണ് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആനയിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ഒരുമിച്ച് പോകാൻ നോക്കുക. പിന്നെ നമുക്ക് റിലാക്സ് ചെയ്ത് പോവാം, കുഴപ്പമില്ല. അതായിട്ടേ തിരക്കൊന്നുമില്ല, അതൊക്കെ റിലാക്സ് ചെയ്ത് അതൊക്കെ ഇതിനനുസരിച്ച് പോവാം കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ ഗൈഡായിട്ടുള്ള വിനയായിട്ട് പറഞ്ഞു തരും കേട്ടോ. ട്രക്കിൻ്റെ ആദ്യമായിട്ടാണോ എല്ലാവരും? ട്രക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പൊക്കിടി നമ്മളെ കാടിനെ പരമാവധി ഒബ്സർവ് ചെയ്യുക, അതാണ് നമ്മളെ തിരിച്ചു വരുന്ന വരെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. സൈലൻ്റ് ആവുക പരമാവധി. ഡേറ്റ്സ് ഉണ്ണിയേ ഇങ്ങോട്ട് വാ. ഇത്രയും പേര് ഞങ്ങൾ ഗൈഡുകളുണ്ട്. സാറ് ലീഡ് ചെയ്യുന്ന ആള് സാറ് പീലാത സാറ്. അപ്പോൾ ഇവരുടെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുക, പരമാവധി സൈലൻ്റ് ആവാം. അതും ഒന്നും മിണ്ടാണ്ട് കിടക്കണ്ടെന്നൊന്നും പറയില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും ഇത് സംസാരിക്കണ്ടേ. വീട്ടിലും നാട്ടിലുള്ള കാര്യങ്ങൾ അവിടെ മാറ്റി വയ്ക്കുക സംസാരിക്കുന്നത്.
കാട്ടിൽ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നതിനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. കാടിനെ കുറിച്ച് അറിയാനുള്ളത് മാത്രം നമ്മൾ കാട്ടിൽ സംസാരിക്കാം. സൈറ്റിങ് നമുക്ക് ഇപ്പോൾ ആ നേരത്ത് ഇപ്പോൾ ചിമ്മിനിക്കാടിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സൈറ്റിങ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കിട്ടുക 5 സെക്കൻഡ് 6 സെക്കൻഡ് വരെ കിട്ടുന്നു. ഇവരുടെയും 30ാമത്തെ ഇതാണിത്. ഈ ട്രക്കിങ്ങും 30ാമത്തെയാണ്. നമ്മളെയും 30ാമത്തെ ട്രക്കിംഗ് ആണ്. ഈ 30-ല് ഒരു 6-7 തവണ അല്ലേ സൈറ്റിങ്? അത്രയും കിട്ടിയിട്ടുള്ളൂ, ചുരുക്കം കിട്ടിയിട്ടുള്ളൂ സൈറ്റിങ് ഒക്കെ. അപ്പൊ സംഭവങ്ങളുണ്ട്. പിന്നൊരു കാര്യം, ഭാഗ്യം വേണം, നമ്മുടെയും അതെ, എല്ലാം ഒരുമിച്ച് വേണം. പിന്നൊരു കാര്യം, പിന്നെ ശബ്ദം. ഇന്നലെ തൊട്ട് നമ്മൾ പോണ വഴിയിൽ ആനയുണ്ട്. അതാണ് പറയുന്നത് സൈലന്റ് ആയിട്ട് വരണം. സ്പ്രേ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് ബോഡി സ്പ്രേ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അതിന്റെ സ്മെല്ലും നമുക്ക് എന്താ വെച്ചാൽ ബോഡി സ്പ്രേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ വരുന്ന ഗൈഡ്സിന് വരെ അതിന്റെ മറ്റേ ഇതിന്റെ സ്മെല്ല് കിട്ടില്ല. അതാണ് ഈ ഇവിടുന്ന് ഇവരുടെ ഈ സ്പ്രേ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടുത്തെ സ്മെല്ലുണ്ടല്ലോ അത് കിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്പ്രേ ചെയ്തത് അവരും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ശബ്ദം വല്ലാണ്ട് എന്നല്ല, തീരെ കുറയ്ക്ക് തന്നെ വേണം. എന്നാലാണ് സൈലന്റ് ആയിട്ട് പോയാൽ നമുക്ക് അതെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ തന്നെ എന്നാലാണ് പറ്റുള്ളൂ. എന്നാലും കിട്ടുമോ എന്നുള്ളത് നോക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം, നേരം വൈകില്ലേ. ഒറ്റ മിനിറ്റ്, ഒരു ഗൈഡ് എടുത്തോ. നമ്മുടെ ഒരു ഗൈഡ് മുന്നിൽ പോകുന്ന ആളെ ഫോളോ ചെയ്ത് ആരും തൊട്ടടുത്ത ആളെ പോയി നിൽക്കണ്ട. അതിപ്പോ ചിലപ്പോ ഞാനായിരിക്കാം, ചിലപ്പോ ആളായിരിക്കാം. ഫ്രണ്ടിൽ പോകുന്ന ഒരാള് നമുക്ക് സൈറ്റിംഗ് ആള് കാണിച്ചു തരും. അല്ല, ആദ്യം പോകുന്ന ആളെ സിഗ്നല് കിട്ടിയിട്ടേ നമ്മൾ പോവാവും എപ്പോഴും. സാറൊന്നോ നമ്മൾ ഈ പോണ വഴിക്ക് ഇങ്ങനെ കുറേ തേക്കും അങ്ങനെ കുറേ ഒരു ഇതുണ്ടായിരുന്നു. ഒരു വഴി മൊത്തം ട്രക്ക് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊന്നും പുല്ലൊന്നും ഇല്ലാണ്ടായി വന്നത് കേട്ടോ. മുന്നേ കൂടെ മൊത്തം പുല്ലായിരുന്നു. ഇപ്പൊ ട്രക്കിങ് തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ. പ്ലാൻ ചെയ്തതാണ്, കൃഷിക്കാരെ കാലത്ത് പ്ലാൻ ചെയ്തതാണ്. മുറിക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഈ മുറി നടക്കില്ല. ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയതിനു ശേഷം മുറി നടക്കില്ല. അപ്പൊ നമ്മുടെ ഒരു ക്ലൈമറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലൈമറ്റിലേക്ക് കിടക്കണം നമ്മൾ. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച പോലെ അതിൽ കൂടുതൽ സഹകരിക്കാൻ പറ്റുമെന്ന് സഹകരിക്കുക. കാരണം നമ്മൾ കയറ്റം കയറാൻ പോകുന്നു. ശാരീരികമായിട്ട് മസിൽ കയറ്റം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയണം. ഒരു മടിയും വിചാരിക്കണ്ട പറയാനായിട്ടാ. കാരണം വെച്ചാൽ ഇതിന്റെ ടോപ്പിലെത്തിയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. കയറുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ, ശാരീരികമായിട്ട് പ്രശ്നമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയാം. ഒരാളെ ഞാൻ തിരിച്ചു വിട്ടു തരും. ആള് നിങ്ങളെ സേഫായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടിരുത്തും. നമ്മൾ തിരിച്ച് എല്ലാവരും ഒരുമിച്ചതിന് ശേഷം തിരിച്ചു പോരും. അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. ആരും ഒരു മടി വിചാരിക്കരുത്. കേൾക്കണ്ടാവല്ലരും പറയുന്നതൊന്ന് കേൾക്കണം. നിങ്ങൾ സംസാരിച്ച് നിൽക്കല്ലേ, നമ്മളൊന്ന് പറയുന്നത് കേൾക്കണേ. I think they don't understand. You don't understand? Hello. She's translating. Okay. He's telling that if there is some muscle cramps or something, you have to report to him. Wherever you feel some difficulties, you have to inform any one of us because we are all helping each other. So please don't hesitate. Just tell us if you feel anything uncomfortable. Okay? അല്ല, വഴിയിൽ വെച്ചിട്ട് മസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിവർത്തിയൊന്നുമില്ലല്ലോ അല്ലേ? വഴിയിൽ വെച്ചിട്ട് മസിൽ പിടിച്ചാലേ നിവർത്തിയൊന്നുമില്ലല്ലോ. നടക്കുമ്പോ പിടിച്ച് നമുക്ക് പറയാം. അപ്പൊ നമ്മളിപ്പോ ഈ പോകുന്ന ഈ ഒരു വാക്കിന്റെ പേര് ക്ലൈമറ്റ് വാക്ക് എന്നാണ്. അതായത് നമ്മൾ ഓരോ ഘട്ടെത്തുമ്പോൾ ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ആവും. ആദ്യത്തെ നമ്മൾ വന്ന സമയത്ത് നമ്മളിങ്ങനെ പോകണ്ടായിരുന്നപ്പോൾ അതൊരു എന്താ ഒരു തുറസ്സായിട്ടുള്ളൊരു ഇതായിരുന്നു. നല്ലതുപോലെ പ്രകാശമൊക്കെ വന്ന് അത്യാവശ്യത്തിന് ഇങ്ങനെ വരവ് പോക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇതായിരുന്നു. അത് നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിനി കടക്കും തോറും ഇരുട്ട് കൂടി വരിക. അതായത് മരങ്ങൾ തിക്കായിട്ട് വരിക. മുകളിൽ നിന്നുള്ള വെളിച്ചം അധികം താഴത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിക്ക് അങ്ങ് ആവുന്ന ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനും ഡീപ്പായിട്ട് പോകും.
പിന്നെ അതിന് അവിടെ നമ്മൾ ഇറക്കാണ്. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റീപ്പ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കയറ്റിറങ്ങി കയറി നടക്കുകയാണ്. അതെന്ന് പറയുമ്പോൾ നല്ല ടഫാണ് സത്യം പറഞ്ഞാൽ. കാലൊക്കെ മസിൽ പിടിച്ചിട്ട് വേദനയും ഷൂ ഒക്കെ ഇട്ടിട്ട് കാല് പൊട്ടുന്ന അവസ്ഥ അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ചേച്ചിമാരും എൻ്റെ അമ്മ എല്ലാവരും വയ്യാണ്ടായിട്ട് ഇരുന്ന് കിതച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ 12 കിലോമീറ്ററാണ് നമ്മൾ കയറി ഇറങ്ങുക. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ കയറിയിട്ട് മുകളിൽ ടോപ്പിലെത്തിയിട്ട് അതേപോലെ തന്നെ താഴത്തേക്ക് 6 കിലോമീറ്റർ ഇറങ്ങണം. അതാണ് 12 കിലോമീറ്ററാണ് ടോട്ടലി ക്ലൈമറ്റ് വാക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കയറുമ്പോൾ നല്ല സൂക്ഷിച്ച് കയറണം. നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തെന്നി വീഴാനും എല്ലാത്തിനും ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷനൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചില മരത്തിൻ്റെ കടിയിൽ ഇങ്ങനെ കുറേ ചോന്ന നിറത്തിൽ ഇങ്ങനെ ഒരു ബോൾ കുറേ ഉണ്ടാവും. അതെന്ന് പറയുന്നത് ഒരു പഴമാണ്, കാട്ടുപഴം എന്നൊക്കെ പറയില്ല, മുട്ടിപ്പഴം എന്ന് പറയും. അത് നമ്മളിങ്ങനെ നമ്മൾ റംബൂട്ടാനൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ പൊളിച്ച് നമുക്ക് കഴിക്കാം. അതിന് ചിലതൊക്കെ നല്ല മധുരത്തിലൊക്കെ വരും, അന്ന് ചിലത് പുളിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പഴത്തിൻ്റെ ഒരു രസം എന്നൊക്കെ പറയും. അതുപോലെ അതിങ്ങനെ കഴിച്ചിട്ട് പാടും. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വ്യൂ പോയിന്റുകളെത്തും. അപ്പോൾ നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഉള്ള സൗകര്യങ്ങളും എല്ലാവരും ഒരുക്കി തരും. നമ്മൾ ഈ പോണ വഴിക്ക് ഇങ്ങനെ കുറേ അരുവികൾ ഇങ്ങനെ ക്രോസ് ചെയ്യും. അതായത് നമ്മളിങ്ങനെ പോകുമ്പോൾ അങ്ങനെ ചെറിയ അരുവികളൊക്കെ ആയിരിക്കും, വലിയതൊന്നും ആയിരിക്കില്ല, കുഞ്ഞതൊക്കെ ആയിരിക്കും കേട്ടോ. അതൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൽ നിന്ന് മഴവെള്ളം ഇങ്ങനെ വലിച്ചിങ്ങനെ വരുന്നതൊക്കെ ആയിരിക്കും. നല്ല തണുത്ത വെള്ളമാണ്. അത് നമ്മൾ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ക ഐസും വെള്ളം എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം അതുപോലെയാണ്. നല്ല കൂളിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമാണ് സത്യം പറഞ്ഞാൽ കുടിക്കാനൊക്കെ. നമ്മളപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ വെള്ളത്തിലൊക്കെ ഒന്ന് കയറി ഒന്ന് കാലും കൈയൊക്കെ നനച്ച് വേണമെങ്കിൽ മേലും നനയ്ക്കാം. ഞങ്ങൾക്ക് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കിടന്ന് ബോഡിയൊക്കെ ഒന്ന് കൂളാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. നമ്മൾ കാട്ടിനുള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതായത് പുറത്തൊക്കെ നല്ല ചൂടാണെങ്കിലും കാടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല കൂളിംഗാണ്. നമ്മൾ വിയർക്കുന്നുണ്ടാവും. അതായത് നമ്മൾ നടക്കുകയാണല്ലോ, ഇപ്പോൾ ഈ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ലോണം നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വിയർപ്പുണ്ടാവും. പക്ഷെ എന്നാലും ഈ ഒരു കൂളെന്നൊക്കെ പറയില്ലേ, കൂളിംഗ് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ വിയർത്തോണ്ടിരിക്കുകയാണെങ്കിൽ എ സിയിലിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ കൂട്ടാം. അതുപോലെയാണ് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ. പിന്നെ അത് പോരാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലൊന്ന് കാലും കയ്യും മുഖം ഒന്ന് കഴുകുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മോനെ, വേറെ എവിടെ പോയാലും അങ്ങനത്തെ സുഖമൊന്നും എവിടെയും കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഒക്കെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാട്ടുജീവികൾ, വന്യമൃഗങ്ങളെ കാണാനുള്ള ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി എന്നൊക്കെ അറിയില്ലേ, അതാണ് സത്യം പറഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാവരും വരുന്ന ഒരു റീസൺ. അപ്പം നമുക്ക് ഇങ്ങനെ വലിയ സിംഹം, പുലി അങ്ങനെയുള്ളതൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കാട്ടുപോത്തിനൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേഴാമ്പൽ, മലയണ്ണാൻ, പിന്നെ കരിങ്കുരങ്ങ്, അങ്ങനെ കുറച്ചൊക്കെ അത്യാവശ്യത്തിന് റെയറായിട്ടുള്ള കുറച്ച് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റി. അത് നമ്മൾ എവിടെ സൂവിൽ പോയാൽ ഇതിനൊക്കെ കാണാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കും. പക്ഷെ എന്നാലും കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ മൃഗങ്ങളൊക്കെ കാണുമ്പോൾ അത് വേറൊരു ലെവൽ ഫീലാണ്. അത് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ കുരുമുളകും ജാതിക്കും പിന്നെ അതുപോലെ തന്നെ സർവ്വസുഗന്ധി അങ്ങനെ കുറേ ടൈപ്പ് മരങ്ങളൊക്കെ ഇവിടെയുണ്ട്, കാട്ടിലും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണിക്കൊന്ന, പിന്നെ അങ്ങനെ കുറേ മാവ് ഉണ്ടായിരുന്നു ഇവിടെ, പിന്നെ പ്ലാവ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നമ്മുടെ നാട്ടിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു വെറൈറ്റി ഫോമിലാണ് നമ്മുടെ കാട്ടിലുള്ള മാവും പ്ലാവും ആ ജാതിക്കും കുരുമുളകും ഒക്കെ ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി, അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മൂക്കടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ മൂക്കൊക്കെ അങ്ങനെ മുകളിൽ കയറിയ സമയത്ത് അടഞ്ഞു വേണ്ടിയിരുന്നു. അപ്പോൾ അത് തുറക്കാനായിട്ട് നമ്മുടെ ഗൈഡ് ചേട്ടൻ കാണിച്ചു തന്നാണ്. ഒരു ചെടിയുടെ വേര് ഇങ്ങനെ നിലത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരക്കുക, അത് ഇടിക്കുക എന്ന് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വലിക്കും. അപ്പം നമ്മളിങ്ങനെ ഒരു സാധനം ഇങ്ങനെ കയറും.
നമ്മൾ ഇതിലേക്ക് കയറണം. എന്നിട്ട് മൂക്കൊക്കെ തുറന്ന് നല്ല നല്ല ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ ശ്വാസം എടുക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ രസകരമായ കുറേ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ സ്റ്റേ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, അതായത് ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മുടെ സ്റ്റേ ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കലും നമ്മുടെ നൈറ്റത്തെ സ്റ്റേയും എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് രാത്രി ഭക്ഷണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ 3 മണിക്കൊക്കെ ആട്ടോ. രാത്രി ഞങ്ങൾക്ക് ചപ്പാത്തിയും ബീഫ് കറി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, ബീഫ് കറി, പിന്നെ പപ്പടം, അങ്ങനെ പിന്നെ ബീഫല്ല ചിക്കൻ കറിയാണ്, ക്യാബേജിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറ്. അതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല വിശാലമായിട്ട് ഫുഡ് കഴിച്ചു. കയറിറങ്ങി വന്ന ക്ഷീണത്തിൽ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. പിന്നെ കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഒരു ചായ, പിന്നെ ഒരു കടി, പഴംപൊരി ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഞങ്ങളുടെ അന്ന് ഫസ്റ്റത്തെ ദിവസം നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വൈബാക്കി ഞങ്ങൾ സന്തോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ ആ ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ളൂ, അതായത് ഫസ്റ്റ് ദിവസമായിട്ടുള്ളൂ. ഇനി 2ാമത്തെ ദിവസം കൂടി ഉണ്ട്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.